Hi, folks. Welcome to a new episode of Mallu Biotech. So, today we are discussing on cell biology. അതിൽ മേജർ ടോപ്പിക് ആയിട്ടുള്ള പ്രൊകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ് അതിൻ്റെ ഡിസ്റ്റിങ്വിഷൻ ഫീച്ചേഴ്സ് ഒക്കെയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകും. ഓക്കെ, സോ നമുക്കറിയാം പ്രൊകാരിയോട്സ്, ഇവിടെ കാരിയോൺ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം, കാരിയോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ന്യൂക്ലിയസ് എന്നാണ് അർത്ഥം. ന്യൂക്ലിയസ്. ഓക്കെ, കാരിയോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോ കാരിയോട്സും യൂകാരിയോട്സ്. പ്രോ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പ്രിമിറ്റീവ് എന്നുള്ള അർത്ഥമാണ്. പ്രോ എന്ന് പറയുമ്പോൾ പ്രിമിറ്റീവ് ആണ്. ഓക്കെ, ആൻഡ് അതുപോലെ യു എന്ന് പറയുന്നത് എന്താ അർത്ഥമാക്കുന്നത്? എന്താ? ട്രൂ എന്നുള്ള അർത്ഥമാണ്. സോ പ്രൊകാരിയോട്സ് എന്ന് പറയുമ്പോൾ എന്താ? ദേ ആർ ദ ഓർഗാനിസം വിച്ച് ഹാവ് ആ പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസത്തിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രൊകാരിയോട്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ടാവത്തില്ല, സെൽ ഓർഗനൽസുകൾ ഉണ്ടാവത്തില്ല. ഓക്കെ, സോ ട്രൂ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമാക്കുന്നത് എന്താ? അവർക്ക് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ന്യൂക്ലിയസും ആൻഡ് അതുപോലെ സെൽ ഓർഗനൽസ് എല്ലാം മെംബ്രെയിൻ ബൗണ്ട് ആയിരിക്കും. ഇതാണ് പ്രൊകാരിയോട്സും യൂകാരിയോട്സ് ആ വേർഡ് മീനിങ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ പ്രൊകാരിയോട്സിൻ്റെ മേജർ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ആർക്കി, ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ, ഇതൊക്കെയാണ് നമ്മുടെ പ്രൊകാരിയോട്സിൻ്റെ മേജർ എക്സാമ്പിൾസ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ യൂകാരിയോട്സിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെ പറയാം? അനിമൽ സെൽസ്, പ്ലാന്റ് സെൽസ്, ഫംഗൈ, ഇവരൊക്കെ എന്താണ്? യൂകാരിയോട്ടിക് സെല്ലുകളാണ്. ഓക്കെ, സോ അവരുടെ ജനറൽ സ്ട്രക്ചർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ യൂകാരിയോട്ടിക് സെല്ലിൻ്റെയും പ്രൊകാരിയോട്ടിക് സെല്ലിൻ്റെയും ജനറൽ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ സിമിലർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സാധനങ്ങൾ ഇരിക്കാം. സൈറ്റോപ്ലാസം രണ്ടുപേർക്ക് സിമിലർ ആണ്, രണ്ടുപേർക്ക് സൈറ്റോപ്ലാസം ഉണ്ട്. പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, രണ്ടുപേർക്കും എന്തുണ്ട്? യൂകാരിയോട്ടിക് സെല്ലുകൾക്കും പ്രൊകാരിയോട്സിനും പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ആൻഡ് സെൽ വാൾ ഉണ്ട്. പ്രൊകാരിയോട്ടിക് സെല്ലുകൾക്ക് സെൽ വാൾ ഉണ്ട്, യൂകാരിയോട്ടിക് സെല്ലുകൾക്ക് സെൽ വാൾ ഉണ്ടോ? ഉണ്ട്. പ്ലാന്റ് സെല്ലുകൾക്കാണെങ്കിൽ സെൽ വാൾ ഉണ്ടായിരിക്കും. പ്ലാന്റ്സിന് പ്ലാന്റ്സിന് എന്തുണ്ടായിരിക്കും? സെൽ വാൾ ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ന്യൂക്ലിയസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ന്യൂക്ലിയസ്, മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ളൊരു ന്യൂക്ലിയസും ആ ഒരു കോംപ്ലക്സും കാര്യങ്ങളും ഉണ്ട് യൂകാരിയോട്ടിക് സെല്ലുകൾക്ക്. പക്ഷേ പ്രൊകാരിയോട്സ് പ്രിമിറ്റീവ് അല്ലേ, അവരെല്ലാം ആദ്യം ജനറേറ്റ് ചെയ്തത്. സോ അവർക്ക് എന്തില്ല? പ്രോപ്പറായിട്ടുള്ളൊരു ന്യൂക്ലിയർ മെംബ്രെയിനോ അങ്ങനെ കവറിങ്ങോ ഒന്നുമില്ല. അല്ലാതെ റാൻഡം ആയിട്ടാണ് ജനറ്റിക് മെറ്റീരിയൽ റാൻഡം ആയിട്ട് അവരുടെ മെംബ്രെയിൻ്റെ അകത്ത് നമ്മുടെ സൈറ്റോപ്ലാസത്തിൽ എംബഡ് ചെയ്ത് കിടക്കുക, അല്ലെങ്കിൽ മീസോസോമിൻ്റെ അവിടെ ആയിട്ട് കാണപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സെൽ ഓർഗനൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് യൂകാരിയോട്സിനും പ്രൊകാരിയോട്സിനും കാണുന്ന ഒരു ഓർഗനലാണ് ഏത്? റൈബോസോംസ് എന്ന് പറയുന്നത് അല്ലേ. റൈബോസോംസ് ആണ് രണ്ടുപേർക്കും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഓർഗനൽ എന്ന് പറയുന്നത്. ഇനി യൂകാരിയോട്സിന് മാത്രമായിട്ട് കാണപ്പെടുന്ന ഓർഗനൽസ് ആണ് ഏതാ? ഗോൾഗി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺഡ്രിയ, ക്ലോറോപ്ലാസ്റ്റ്, ഇതൊക്കെ യൂകാരിയോട്ടിക് സെല്ലുകൾക്കാണ് ഉള്ളത്. ഓക്കെ, നമുക്ക് അവരുടെ ജനറൽ ക്യാരക്ടേഴ്സിലോട്ട് പോവാം. സോ പ്രൊകാരിയോട്സ് നോക്കുകയാണെങ്കിൽ പ്രോ എന്ന് പറയുന്നത് എന്താണ്? പ്രിമിറ്റീവ്. അതൊരു ഗ്രീക്ക് ടേം ആണ്. പ്രോ ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രിമിറ്റീവ് എന്നുള്ള അർത്ഥമാണ്. ആൻഡ് കാരിയോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. സോ പ്രൊകാരിയോട്സ് ആർ ഓർഗനൽസ് വിച്ച് ഹാവ് എ പ്രിമിറ്റീവ് ന്യൂക്ലിയസ്. യു എന്ന് പറയുന്നത് ട്രൂ, കാരിയോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. സോ യൂകാരിയോട്സ് ആർ ഓർഗനൽസ് വിച്ച് ഹാവ് എ ട്രൂ ന്യൂക്ലിയസ്. ഇനി എന്താണ് ഈ പ്രിമിറ്റീവ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്? അവർക്ക് എന്തില്ല? ഒരു ന്യൂക്ലിയസോ അല്ലെങ്കിൽ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസോ അവർക്കില്ല. അവർക്ക് ജനറ്റിക് മെറ്റീരിയൽ അവിടെ റാൻഡം ആയിട്ട് കിടക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. അതേസമയം യൂകാരിയോട്സിനാണെങ്കിലോ അവർക്ക് മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ന്യൂക്ലിയസും അതുപോലെ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസും കാണും. ഇപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ആണെങ്കിൽ ഡബിൾ മെംബ്രെയിൻ അല്ലേ? ക്ലോറോപ്ലാസ്റ്റ് ഡബിൾ മെംബ്രെയിൻ ആണ്. മൈറ്റോകോൺഡ്രിയ ഡബിൾ മെംബ്രെയിൻ ആണ്. എല്ലാ ഓർഗനൽസും യൂകാരിയോട്ടിക് സെല്ലുകളിൽ എന്തായിരിക്കും? ഡബിൾ മെംബ്രെയിനിലാണ് കാണപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇവരുടെ മേജർ ഗ്രൂപ്പുകൾ നോക്കുകയാണെങ്കിൽ പ്രൊകാരിയോട്സ് എന്ന് പറയുമ്പം ബാക്ടീരിയ, ആർക്കി, ബ്ലൂ ഗ്രീൻ ആൽഗെ, മൈക്കോപ്ലാസ്മ, ഇതെല്ലാം പ്രൊകാരിയോട്സിന് എക്സാമ്പിൾസ് ആണ്. അതേസമയം യൂകാരിയോട്സിന് എക്സാമ്പിൾസ് ആണ് ആൽഗെ, ഫംഗൈ, പ്രോട്ടോസോവ, പ്ലാന്റ്സ്, ആനിമൽസ്, ഇവരൊക്കെ എന്താണ്? യൂകാരിയോട്ടിക് സെൽ. ഇപ്പം നമ്മുടെ സെല്ലൊക്കെ എന്ന് പറയുന്നത് യൂകാരിയോട്ടിക് സെല്ലുകളാണ്, നമുക്കറിയാം. ഇനി ഇതിൻ്റെ ഒറിജിനേഷനാണ് ആദ്യം ഫോം ചെയ്തത് പ്രൊകാരിയോട്ടിക് സെല്ലുകളാണ് ഫസ്റ്റ് ഫോം ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ എർത്തിൻ്റെ ആ ഒരു ഒറിജിനു ശേഷം ഒരു 3 ബില്യൺ ഇയേഴ്സ് എഗോ ആണ് ആര് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ഫസ്റ്റ് പ്രിമിറ്റീവ് പ്രൊകാരിയോട്ടിക് സെല്ലുകൾ ഫോം ചെയ്തത്. ആ സിംപിളർ സ്ട്രക്ചറുള്ള പ്രൊകാരിയോട്ടിക് സെല്ലുകളിൽ നിന്നിട്ടാണ് എന്തുണ്ടായത്? യൂകാരിയോട്ടിക് സെല്ലുകൾ ആഫ്റ്റർ അറൗണ്ട് ഒരു 2 ബില്യൺ ഇയേഴ്സ്, അല്ലെങ്കിൽ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഒരു 2.5 തൊട്ട് ഒരു 541 മില്യൺ ഇയേഴ്സ് എഗോ ആണ് എന്തോ ഫോം ചെയ്തിട്ടുള്ളത്? നമ്മുടെ യൂകാരിയോട്ടിക് സെല്ലുകൾ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവരുടെ സൈസ് നോക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും സൈസ് കൂടുതൽ? നോർമലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നല്ലേ, പ്രൊകാരിയോട്സിന് സൈസ് കുറവായിരിക്കും, യൂകാരിയോട്സിന് സൈസ് കൂടുതലായിരിക്കും. സോ നമ്മുടെ പ്രൊകാരിയോട്സിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ അവർക്ക് എത്ര സൈസ് വരിക? 0.5 to 3 മൈക്രോമീറ്റേഴ്സ് ആണ് വരിക. അതേസമയം യൂകാരിയോട്സ് എന്ന് പറയുമ്പോൾ സൈസ് എത്ര വരും? എബവ് 5 ആയിരിക്കും അവരുടെ സൈസ് വരുന്നത്. ഓക്കെ, സോ സെൽ ടൈപ്പ് നോക്കിയാൽ പ്രൊകാരിയോട്ടിക് സെൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യൂണിസെല്ലർ. ഇപ്പോൾ ബാക്ടീരിയ സെല്ല് നോക്കി കഴിഞ്ഞാൽ എത്രയാണ്? യൂണിസെല്ലർ അല്ലേ? ഒറ്റ സെല്ല് മാത്രമല്ല കാണുന്നതൊക്കെ എന്താണ്? പ്രൊകാരിയോട്ടിക് സെല്ലുകളാണ്. ഓക്കെ, ആൻഡ് സൈനോബാക്ടീരിയ, അതിൽ ചില സൈനോബാക്ടീരിയസിന് മാത്രമാണ് മൾട്ടി സെല്ലുലാർ സ്ട്രക്ചേഴ്സ് വരാം. സോ യൂഷ്വൽ കേസസിൽ അവരൊക്കെ എന്തായിരിക്കും? യൂണിസെല്ലർ ആണ് പ്രൊകാരിയോട്സ് എന്ന് പറയാം. യൂകാരിയോട്സിൻ്റെ കേസിലാണെങ്കിലോ അവരെല്ലാവരും മൾട്ടി സെല്ലർ ആയിരിക്കും. ഓക്കെ, മൾട്ടി സെല്ലർ ആണ് യൂകാരിയോട്സ് എന്ന് പറയാം. ഇനി കോംപ്ലക്സിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം, പ്രൊകാരിയോട്സ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. അതേസമയം യൂകാരിയോട്സിനാണെങ്കിലോ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് വരുന്നത്. ഇനി നേരത്തെ പറയാം ന്യൂക്ലിയസിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ്. സോ പ്രൊകാരിയോട്സിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ന്യൂക്ലിയസ് എവിടെ കാണാൻ പറ്റുന്ന? സൈറ്റോപ്ലാസത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ചില സമയത്ത് മീസോസോംസിൽ നമുക്ക് സൈഡിൽ കുറച്ച് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും, മീസോസോമൽ ഇൻവാജിനേഷൻസ്. സോ
മീസോസോംസിലായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അതേപോലെ യുക്കാരിയോട്സിനാണെങ്കിലോ നമ്മുടെ ന്യൂക്ലിയസ് എവിടെയാണ് കാണപ്പെടുന്നത്? മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ്, അതിൻ്റെ അകത്തൊരു പർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിൻ്റെ അകത്താണ് നമ്മുടെ ന്യൂക്ലിയസ് ഒക്കെ കണ്ടെയ്ൻഡ് ആയിട്ട് വരിക. ഇനി ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രൊക്കാരിയോട്സിനുണ്ടോ? ഇല്ല, പ്രൊക്കാരിയോട്സിന് ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല. അതേപോലെ പ്രൊക്കാരിയോട്സിന് എന്തുണ്ടായിരിക്കും? ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാർട്ട് എന്ന് പറയുന്നത് ന്യൂക്ലിയോലസ് ആണ്. സോ നമുക്കറിയാം പ്രൊക്കാരിയോട്സിനാണെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയോലസ് ഉണ്ടായിരിക്കും? ഇല്ല. കാരണം എന്താ? ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അങ്ങനെ അവർക്കൊരു മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ന്യൂക്ലിയസ് പ്രൊക്കാരിയോട്സിനില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ന്യൂക്ലിയോലസ് ഉണ്ടാകത്തില്ല. അതേസമയത്ത് യുക്കാരിയോട്സിൻ്റെ കേസിലാണെങ്കിലോ യുക്കാരിയോട്സിന് ഒരു മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ന്യൂക്ലിയോലസും പ്രസൻ്റ് ആണ്. ഓക്കെ, ക്രോമസോം നമ്പർ നോക്കുകയാണെങ്കിൽ പ്രൊക്കാരിയോട്സ് എന്ന് പറയുമ്പോഴത്തേനും ആകപ്പാട് ഒരൊറ്റ നമ്പർ ഓഫ് ക്രോമസോം മാത്രമേ ഉള്ളൂ. അതേസമയം യുക്കാരിയോട്സിനാണെങ്കിൽ എന്തുണ്ട്? മോർ ദാൻ 1 നമ്പർ ഓഫ് ക്രോമസോംസ് അവിടെ പ്രസൻ്റ് ആണ്. ആൻഡ് ക്രോമസോമിൻ്റെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ അവർക്ക് സർക്കുലർ ക്രോമസോംസും യുക്കാരിയോട്സിൽ വരുന്ന സമയത്ത് ലീനിയർ ആയിട്ടുള്ള ക്രോമസോംസ് ആണ് അവിടെ കാണാൻ പറ്റുക. ജീൻ എക്സ്പ്രഷൻ ആണെങ്കിലും പ്രോക്യാരിയോട്സിന് അവരുടെ സ്ട്രക്ചർ വളരെ സിമ്പിൾ ആയതുകൊണ്ടും അവർക്ക് അത്രത്തോളം അവരുടെ സൈസ് എത്ര 0.5 വരെയാണ് അവരുടെ സൈസ് വരുന്നത് അല്ലേ മൈക്രോമീറ്റേഴ്സിൽ. സോ അത്രയും സൈസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് എക്സ്പ്രഷന് വേണ്ടിയിട്ട് ഒരുപാട് ജീനുകൾ അവർക്ക് ഇൻകംപാസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പുകളായിട്ടുള്ള ഓപ്പറോൺസ് വഴിയാണ്. എൻ്റെ എക്സാമ്പിൾ ഇതൊരു ലാക്ക് ഓപ്പറോൺ, നമ്മൾ കേട്ടില്ല ലാക്ക് ഓപ്പറോൺ, TRP ഓപ്പറോൺസ്, ഇങ്ങനെയുള്ള ഓപ്പറോൺസ് വഴിയാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ജീൻ എക്സ്പ്രഷൻ നടത്തുന്നത്. അതേസമയം നമ്മുടെ യുക്കാരിയോട്സിൻ്റെ കേസിലാണെങ്കിലും ഇൻഡിവിജ്വലിയാണ് അവിടെ ജീൻ എക്സ്പ്രഷൻ നടക്കുക. ഓക്കെ, സോ അതൊരു മേജർ ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. ഒന്ന് ഓർത്തേക്കാട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ജീനോം നോക്കുകയാണെങ്കിൽ ഹാപ്ലോയിഡ് ആണ്. പ്രൊക്കാരിയോട്സ് എന്ന് പറയുമ്പോൾ ഹാപ്ലോയിഡ് ജീനോമാണ് വരിക. ആൻഡ് യുക്കാരിയോട്സ് എന്ന് പറയുമ്പോൾ ഡിപ്ലോയിഡ് ജീനോമാണ് വരുന്നത്. ഇനി DNA ബേസ് പെയറിൻ്റെ റേഷ്യോ നോക്കുകയാണെങ്കിൽ, അതായത് ഗ്വാനിൻ സൈറ്റോസിൻ റേഷ്യോ നോക്കിയാൽ 28 to 73% ആണ് ആർക്ക് കാണുന്നത്? പ്രൊക്കാരിയോട്സിൽ കാണുന്നത്. ആൻഡ് എബോവ് 40%ഓളം GC വാല്യൂസ് അല്ലെങ്കിൽ ആ GC റേഷ്യോ നമുക്ക് എവിടെ കാണാൻ പറ്റും? യുക്കാരിയോട്സിൽ കാണാനായിട്ട് പറ്റും. ഇനി DNA റാപ്പിംഗ്, നമ്മുടെ പ്രോട്ടീനുമായിട്ട് DNA റാപ്പ് ചെയ്യുന്ന സമയത്ത് പ്രൊക്കാരിയോട്സിൽ HU പ്രോട്ടീൻ, HU പ്രോട്ടീൻ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? ആ ഒരു ഓർഗനൈസേഷൻ DNA കോമ്പാക്ട്ലി അറേഞ്ച് ചെയ്ത് ആ ഒരു ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന HU പ്രോട്ടീൻസ് ആണ്. മീൻ ടൈം യുക്കാരിയോട്സിലാണെങ്കിലോ ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീൻസ്, H2A, H2B ആൻഡ് അതുപോലെ H1 പ്രോട്ടീൻ, ഇതൊക്കെ കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ബീഡ്സ് ഓൺ സ്ട്രിംഗ് മോഡൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ബീഡ്സ് ഓൺ സ്ട്രിംഗ് മോഡൽ. സോ ആ ഒരു രീതിയിൽ പാക്കേജിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള പ്രോട്ടീൻസ് ആണ് ഹിസ്റ്റോൺസ് എന്ന് പറയുന്നത്. ആൻഡ് ഹിസ്റ്റോൺസ് എവിടെയാണ് കാണാൻ പറ്റുക? യുക്കാരിയോട്സിലാണ് കാണാനായിട്ട് പറ്റുക. ഇത് ആക്ച്വലി റെക്കർ ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്, ഹിസ്റ്റോൺസിനെ കുറിച്ചും HU പ്രോട്ടീൻസിനെ കുറിച്ചും. ഓക്കെ, ഇനി ജീനോമിൻ്റെ നേച്ചർ നോക്കുകയാണെങ്കിൽ പ്രൊക്കാരിയോട്സിൻ്റെ കേസിൽ എഫിഷ്യൻ്റ് ആയിട്ടും കോമ്പാക്ട് ആൻഡ് ലിറ്റിൽ റെപ്പറ്റേറ്റീവ് DNA വരുന്നതാണ് ഇത് പ്രൊക്കാരിയോട്സിൽ വരുന്ന ജീനോമിൻ്റെ നേച്ചർ. അതേസമയം യുക്കാരിയോട്സിലെ ജീനോമിൻ്റെ നേച്ചർ എങ്ങനെയാണ്? ലാർജ് എമൗണ്ട്സ് ഓഫ് നോൺ കോഡിംഗ് റീജൻസ് അവിടെ കാണാൻ പറ്റും. പ്രൊക്കാരിയോട്സിന് അങ്ങനെ കാണാൻ പറ്റുമോ? റെപ്പറ്റേറ്റീവ് DNA സീക്വൻസ് ഒക്കെ വളരെ കുറവാണ്. കാരണം എന്താ? അവർക്ക് ഒന്നാമതേ സ്പേസ് ഇല്ല. അപ്പോൾ ഇതുപോലുള്ള ജങ്ക് ജീൻസിനെയൊക്കെ കൊണ്ട് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇല്ല. അതുകൊണ്ട് അവർ തന്നെയുള്ള മെക്കാനിസം ആണ് എന്ത്? കുറച്ച് മാത്രം എഫിഷ്യൻ്റ് ആയിട്ടുള്ളതും കോമ്പാക്ട് ആയിട്ടുള്ള രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ് അവർക്കുണ്ടാവുക. അവർക്ക് ഈ പറഞ്ഞ നോൺ കോഡിംഗ് റീജൻസ് ഒന്നും അവർക്ക് കാണില്ല. മീൻ ടൈം യുക്കാരിയോട്സിൻ്റെ കേസിൽ അതാണ് ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. നമുക്ക് എന്തുണ്ടായിരിക്കും? നോൺ കോഡിംഗ് റീജൻസും റെപ്പറ്റേറ്റീവ് DNAs ഒക്കെ ഒരുപാട് കാണാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ഇനി മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ആർക്കില്ല? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, പ്രൊക്കാരിയോട്സിന് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഇല്ല. മീൻ ടൈം യുക്കാരിയോട്സിന് എന്തുണ്ട്? മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസ് ഉണ്ട്. ക്ലോറോപ്ലാസ്റ്റ്, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്, ഇതൊക്കെ ആർക്ക് കാണാൻ പറ്റും? യുക്കാരിയോട്സിൽ കാണാൻ പറ്റും. ഇതൊക്കെ പ്രൊക്കാരിയോട്സിൽ കാണാൻ പറ്റുമോ? ഇല്ല, പ്രൊക്കാരിയോട്സിൽ ഇതൊക്കെ ആബ്സെൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ളതാണ് റൈബോസോംസ് എന്ന് പറയുന്നത്. ആൻഡ് റൈബോസോംസിൻ്റെ സിന്തസിസ് എവിടെ നടക്കുക? ന്യൂക്ലിയോലസിലാണ് നടക്കുന്നത്. ഓക്കെ, ഈ റൈബോസോംസ് നോക്കുകയാണെങ്കിൽ പ്രൊക്കാരിയോട്സിൽ 70S ടൈപ്പാണ്. 70S ആണ് പ്രൊക്കാരിയോട്സിൽ കാണുന്ന റൈബോസോംസ് എന്ന് പറയുന്നത്. 50S 30S ആണ് അതിൻ്റെ വരിക. സ്മോളർ ആണ് കമ്പാരിറ്റീവ്ലി. യുക്കാരിയോട്സിലാണെങ്കിലും 80S ആണ് വരുന്നത്. ആൻഡ് 60S 40S ആണ് അതിൻ്റെ സബ് യൂണിറ്റ്സ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് തന്നെ റൈബോസോമിൻ്റെ ലൊക്കേഷൻ ആണ് പറയുന്നത്. റൈബോസോംസ് പ്രൊക്കാരിയോട്സിലാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഫിഗർ നോക്കി, അവിടെ റാൻഡമായിട്ട് സൈറ്റോപ്ലാസ്റ്റിൽ നമുക്ക് എംബഡ് ചെയ്ത് ചുമ്മാ ഫ്രീ ആയിട്ട് നടക്കുന്നത് കാണാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു സെൽ മെംബ്രെയിൻ, ഇവരുടെ സെൽ മെംബ്രെയിനിൽ എംബഡഡ് ആയിട്ട് കാണാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ബൗണ്ട് ചെയ്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. മീൻ ടൈം യുക്കാരിയോട്സിൻ്റെ കേസിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, സൈറ്റോപ്ലാസ്റ്റിൽ ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. ആൻഡ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ അവരെ നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ട് കാണാൻ പറ്റും. ആൻഡ് അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. മൈറ്റോകോൺട്രിയ, ഗോൾഗി അപ്പാരറ്റസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതൊന്നും ആരിൽ കാണുന്നില്ല, പ്രൊക്കാരിയോട്സിൽ ഉള്ള കാര്യങ്ങളല്ല. ബട്ട് യുക്കാരിയോട്സിൽ എന്തുണ്ട്? ഈ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഈ ഓർഗനൽസ് എല്ലാം പ്രസന്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി മീസോസോംസിൻ്റെ കാര്യം. മീസോസോംസ് നമ്മുടെ പ്രൊക്കാരിയോട്സിൻ്റെ ഒരു സ്പെസിഫിക് ഫീച്ചറാണ്. അത് ആരിൽ കാണില്ല? യുക്കാരിയോട്സിൽ കാണുന്നില്ല. ഓക്കെ, സോ മീസോസോംസ് പ്രൊക്കാരിയോട്സിൽ പ്രസന്റ് ആണ് ആൻഡ് ഫംഗ്ഷനിങ് സിമിലർലി ടു ഗോൾഗി ആൻഡ് മൈറ്റോകോൺട്രിയ. സോ മൈറ്റോകോൺട്രിയയ്ക്കും ഗോൾഗി അപ്പാരറ്റസിനും സിമിലർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ ആർക്കുണ്ട്? പ്രൊക്കാരിയോട്സിനുണ്ട്. അതാണ് മീസോസോംസ്. സോ അവർക്ക് ഒരു പർട്ടിക്കുലർ ഓർഗനൽ ഇല്ലെങ്കിലും ഇനി കോംപ്ലിമെൻറ്റ് ചെയ്തിട്ട് എന്താണ് വേറെ ഓർഗനൽസ് അവർക്ക് പ്രസന്റ് ആണ്. ഇനി ലൈസോസോംസിൻ്റെ കാര്യം. ലൈസോസോംസ് ആർക്കേ ഉള്ളൂ? ആനിമൽസിനേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ യുക്കാരിയോട്ടിക് സെല്ലുകൾക്കേ ഉള്ളൂ. പ്രൊക്കാരിയോട്സിന് അത് ആബ്സെന്റ് ആണ്. പെറോക്സിസോംസും ആർക്ക് ആബ്സെന്റ് ആണ്? പ്രൊക്കാരിയോട്സിന് ഇല്ല, അത് യുക്കാരിയോട്സിന് മാത്രമേ ഉള്ളൂ. ക്ലോറോപ്ലാസ്റ്റ് അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ആർക്കേ ഉള്ളൂ? പ്ലാന്റ്സിൽ മാത്രം കാണപ്പെടുന്നതാണ് ഏതാ? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അത് പ്രൊക്കാരിയോട്സിനുണ്ടോ? ഇല്ല, അവർക്ക് ആബ്സെന്റ് ആണ്. ആൻഡ് ക്ലോറോഫിൽ എന്ന് പറയുമ്പോൾ അവർക്ക് ഉണ്ട്, അത് ആ ഒരു സൈറ്റോപ്ലാസ്റ്റിൽ സ്കാറ്റർ ചെയ്താണ് കാണപ്പെടാറ്. ഇനിയുള്ളതാണ് ഫിംബ്രിയെ യുക്കാരിയോട്ടിക് സെല്ലിൽ ഉണ്ടാവും? ഇല്ല, അതിലുണ്ടാവത്തില്ല. സോ നമ്മൾ
സോ നമ്മൾ പ്രോക്യാരിയോട്സിൻ്റെ യൂക്യാരിയോട്സിൻ്റെ ആ ഫിഗർ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, പൈലി, ഫ്ലജെല്ലം ഇതൊക്കെ എന്ന് പറയുന്നത് പ്രോക്യാരിയോട്സിന് മാത്രമായിട്ട് കാണപ്പെടുന്ന ഓർഗനൽസ് ആണ്, അല്ലെങ്കിൽ ആ പാർട്ടുകളാണ്. ഇത് ആർക്ക് കാണുന്നില്ല? യൂക്യാരിയോട്ടിക് സെല്ലുകൾക്ക് കാണുന്നില്ല. ഓക്കെ അല്ലേ? സോ ഫിംബ്രിയ എന്ന് പറയുമ്പോൾ അതിൽ പിലയോ ഫിംബ്രിയയോ അല്ലെങ്കിൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയസിന് മെയിൻലി ഈ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചേഴ്സ് കാണാനായിട്ട് പറ്റുക. സെക്സ് പൈലസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ ആ ഒരു പർട്ടിക്കുലർ ഓർഗനൽ, ഈ ഒരു ഫിംബ്രിയ എന്ന് പറയുന്നത് ആരിൽ കാണുന്നില്ല? യൂക്യാരിയോട്സിൽ ആബ്സെൻ്റ് ആണ്. സോ മൈക്രോട്യൂബ്യൂൾസ് എന്ന് പറയുന്നത് പ്രോക്യാരിയോട്സിൽ ഏതർ ആബ്സെൻ്റ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ റെയർ കേസസിൽ കാണപ്പെടാറുണ്ട്. ആൻഡ് യൂക്യാരിയോട്സിലാണ് മെയിനായിട്ട് ഈ മൈക്രോട്യൂബ്യൂൾസ് കാണപ്പെടാറുള്ളത്. ഓക്കെ, ഇനി സെൻട്രോസോമിൻ്റെ കാര്യമാണ്. സെൻട്രോസോം എവിടെ കാണുന്നത്? പ്രോക്യാരിയോട്സിൽ ഉണ്ടാവും? ഇല്ല, പ്രോക്യാരിയോട്സിന് അങ്ങനെ സാധനമില്ല. ബട്ട് യൂക്യാരിയോട്സിന് നമ്മുടെ ഈ സെൻട്രോസോം അല്ലേ, സെൻട്രോൾസിൻ്റെ ഫോർമേഷൻ, അതായത് സെൽ ഡിവിഷൻ സമയത്തൊക്കെ വേണ്ടതാണ് സെൻട്രോസോം. അത് യൂക്യാരിയോട്സിൽ കാണപ്പെടാറുണ്ട്. ഇനി അതിലൊരു എക്സെപ്ഷണൽ കേസ് വരുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ എന്ത് കാണുന്നില്ല? ഈ ഒരു സെൻട്രോസോം കാണപ്പെടുന്നില്ല. അതർ ദാൻ ദാറ്റ് ബാക്കിയെല്ലാ യൂക്യാരിയോട്ടിക് സെല്ലിലും സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് വളരെ വേണ്ടി വരുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഓർഗനലാണ് സെൻട്രോസോം എന്ന് പറയുന്നത്. So moving on to cytoskeleton. So cytoskeleton is a dynamic, complex networking structure present in the cytoplasm of all cells. നമ്മുടെ എല്ലാ സെല്ലുകളിലും ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റമായിട്ട്, ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റമായിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? സൈറ്റോസ്കെൽറ്റൻ എന്ന് പറയുന്നത്. ഇത് പ്രോക്യാരിയോട്സിൽ ഇറ്റ് മേ ബി ആബ്സെൻറ്റ്. ഓക്കെ, ഇത് പൊതുവെ അങ്ങനെ കണ്ടുവരുന്നതൊന്നുമല്ല പ്രോക്യാരിയോട്സിൽ, ബട്ട് അത് യൂക്യാരിയോട്സിൽ പ്രസന്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് സൈറ്റോസ്കെൽറ്റൻ എന്ന് പറയുന്നത്. ഇനി വരുന്നതാണ് ഗ്ലൈക്കോകാലിക്സ്. ഗ്ലൈക്കോകാലിക്സ് പ്രോക്യാരിയോട്സിൽ പ്രസന്റ് ആണ്. ആൻഡ് ചില യൂക്യാരിയോട്ടിക് സെല്ലുകളിൽ മാത്രമാണ് ഈ ഒരു ഗ്ലൈക്കോകാലിക്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇനി സൈറ്റോപ്ലാസ്മിക് സ്ക്രീനിങ്, അത് സൈറ്റോപ്ലാസ്മിക് സ്ക്രീനിങ് പ്രോക്യാരിയോട്സിന് ആബ്സെന്റ് ആണ്. ആൻഡ് യൂക്യാരിയോട്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സൈറ്റോപ്ലാസ്മിക് സ്ക്രീനിങ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെയാണ് ഈ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ. നമുക്ക് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിറോൾസിൻ്റെ കണ്ടന്റാണ് ഇവിടുത്തെ ഒരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. സോ പ്രോക്യാരിയോട്സിൻ്റെ കേസിൽ ഈ സ്റ്റിറോൾസ് കാണപ്പെടാറില്ല. അതിനൊരു എക്സെപ്ഷൻ കേസ് വരുന്നത് മൈക്രോപ്ലാസ്മയാണ്. സോ മൈക്രോപ്ലാസ്മ ഒഴികെ ബാക്കിയുള്ള പ്രോക്യാരിയോട്സ് നോക്കുകയാണെങ്കിൽ അവർക്ക് സ്റ്റിറോൾസ് ഇല്ല. മീൻ ടൈം നമ്മുടെ യൂക്യാരിയോട്ടിക് സെല്ലുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കാണാനായിട്ട് പറ്റും? ഈ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിനിൽ സ്റ്റിറോൾസ് കണ്ടന്റ് കാണാനായിട്ട് പറ്റും. നമ്മൾ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് സ്റ്റിറോൾസിൻ്റെ പ്രസൻസ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി സെൽ വോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൽ വോൾ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സെൽ വോളാണ് ആർക്ക് വരുന്നത്? പ്രോക്യാരിയോട്സിന് വരുന്നത്. ഓക്കെ, അവർക്ക് കോംപ്ലക്സ് ആണ്. അവർക്ക് എന്തുണ്ട്? പ്രോട്ടീൻസും ലിപ്പിഡ്സും പെപ്റ്റിഡോ ഗ്ലൈക്കൻസ് ഒക്കെ കൂടി ചേർന്നിട്ട് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സെൽ വോളാണ് പ്രോക്യാരിയോട്സിന് വരിക. യൂക്യാരിയോട്സിൻ്റെ കേസിൽ ഈ പറഞ്ഞ സെൽ വോൾ ആർക്ക് മാത്രമേ വരുന്നുള്ളൂ? പ്ലാന്റ്സിനും ഫംഗൈക്കൊക്കെയാണ് വരുന്നത്. അല്ല നമ്മൾ ആനിമൽ സെല്ലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ എന്തില്ല? ഈ പറഞ്ഞ സെൽ വോൾ അവിടെ കമ്പോസിഷൻ ഇല്ല. ഇനി മ്യൂറാമിക് ആസിഡ്, നമ്മൾ ബാക്ടീരിയ ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന ഒരു കാര്യമാണല്ലോ മ്യൂറാമിക് ആസിഡ്. അത് ആർക്കാ കാണാം? പ്രോക്യാരിയോട്സിന് ഉണ്ടായിരിക്കും. ആൻഡ് യൂക്യാരിയോട്സിന് അത് കാണുന്നില്ല. മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഫ്ലജലാർ മൂവ്മെൻറ്റ് യൂക്യാരിയോട്സിൽ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫ്ലജലാർ മൂവ്മെൻറ്റ് ആണ്. ഹയർ ഓർഗാൻസ് അല്ലേ. സോ അവരുടെ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കോംപ്ലക്സ് ആണ്. മീൻ ടൈം നമ്മുടെ ഈ പ്രോക്യാരിയോട്ടിക് സെല്ല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സിംപ്ലർ ആയിട്ടുള്ള ഫ്ലജല്ലോ ആണ് അവിടെ കാണപ്പെടാറുള്ളത്. ഓക്കെ, ഇനി റെസ്പിറേഷൻ ആണ്. റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് നമ്മുടെ യൂക്യാരിയോട്ടിക് സെല്ലിൽ മൈറ്റോകോൺഡ്രിയാണ് റെസ്പിറേഷൻ വേണ്ടി സഹായിക്കുന്നത്. അതേസമയം ഈ പ്രോക്യാരിയോട്സിന് അങ്ങനെ സ്പെസിഫിക്കേഷൻ ഉണ്ടോ? ഇല്ല. സൈറ്റോപ്ലാസം തന്നെയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സെൻറ്റർ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ആണ് എന്ത് ചെയ്യുന്നത്? റെസ്പിറേഷൻ അവിടെ അണ്ടർഗോ ചെയ്യുന്നത്. ഇനി എനർജി പ്രൊഡക്ഷനും സെയിം ആണ്. ഇവിടെ റെസ്പിറേഷൻ നടക്കുന്ന സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിനിലാണെങ്കിൽ ആ സെൽ മെംബ്രെയിനിൽ തന്നെ ആയിരിക്കും എന്ത് നടക്കുന്നത്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന നടക്കുന്നത്. അങ്ങനെ ആയിരിക്കും എനർജി പ്രൊഡക്ഷൻ പ്രോക്യാരിയോട്സിൻ്റെ കേസിൽ നടക്കുക. യൂക്യാരിയോട്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ മൈറ്റോകോൺഡ്രിയയിലാണ് എന്ത് നടക്കുന്നത്? റെസ്പിറേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മൈറ്റോകോൺഡ്രിയയിലാണ് എനർജി പ്രൊഡക്ഷൻ സൈറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മൈറ്റോകോൺഡ്രിയൻ എന്തെന്ന് വിളിക്കുന്നത്? ഇറ്റ് ഇസ് എ പവർ ഹൗസ് ഓഫ് സെൽ അല്ലേ. എനർജി കറൻസിയുടെ ഒക്കെ ഒരു സ്റ്റോർ ഹൗസ് ആണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് മൈറ്റോകോൺഡ്രിയനാണ്. ഓക്കെ, ഇനി മെറ്റബോളിക് റേറ്റ് നോക്കുകയാണെങ്കിൽ ഹയർ മെറ്റബോളിക് റേറ്റ് ആണ് ആര് കാണിക്കുന്നത്? പ്രോക്യാരിയോട്സ് കാണിക്കുന്നത്. ആൻഡ് കമ്പാരിറ്റീവ്ലി സ്ലോവർ ആയിട്ടുള്ള ഒരു മെറ്റബോളിക് റേറ്റ് ആണ് ആര് കാണിക്കുക? യൂക്യാരിയോട്സ് കാണിക്കുക. ഓക്കെ, സ്മോളർ സൈസ് ആയതുകൊണ്ട് തന്നെ ഹൈ സർഫസ് ഏരിയ ടു വോളിയം ആ ഒരു ഇതുള്ളത് കൊണ്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഹയർ ആയിട്ടുള്ളൊരു മെറ്റബോളിക് റേറ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത് വരുന്നത് റിപ്രൊഡക്ഷൻ്റെ കാര്യമാണ്. റിപ്രൊഡക്ഷനിൽ ആർക്ക്? അസെക്ഷൽ റിപ്രൊഡക്ഷൻ ആണ് പ്രോക്യാരിയോട്സ് കാണിക്കുക. ആൻഡ് ബൈനറി ഫിഷൻ വഴിയൊക്കെയാണ് കാണിക്കുന്നത്. നമ്മൾ ബാക്ടീരിയ പറയുമ്പോൾ പറഞ്ഞിട്ടില്ല, ബൈനറി ഫിഷനാണ് ബാക്ടീരിയാസ് കാണിക്കുക. ഇനി യൂക്യാരിയോട്സ് വരുന്ന സമയത്താണെങ്കിലോ അവർക്ക് സെക്ഷലും അസെക്ഷലും രണ്ട് തരത്തിലുള്ള റിപ്രൊഡക്ഷൻ മെക്കാനിസം നടക്കുന്നുണ്ട്. ആൻഡ് മൈറ്റോട്ടിക് ഡിവിഷൻസ് നടക്കുന്നുണ്ട്. ഓക്കെ, ജനറേഷൻ ടൈം നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഷോർട്ടർ ടൈം മതി, വെറും മിനിറ്റ്സോ അത്രയും മാത്രമേ എടുക്കുന്നുള്ളൂ. അതേസമയം യൂക്യാരിയോട്ടിക് സെല്ലുകളാണെങ്കിലോ ഡേയ്സ് ഒക്കെ എടുക്കുന്നത് കാണുന്നുണ്ട് അല്ലേ. കമ്പാരിറ്റീവ്ലി ലോങ്ങർ ആണ് അവരുടെ ജനറേഷൻ ടൈം എന്ന് പറയാം. ഇനി ജനറ്റിക് റീകോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ പാർഷ്യലോ യൂണി ഡയറക്ഷനിലായിട്ടുള്ള ട്രാൻസ്ഫർ ആണ് ഇവിടെ നടക്കുന്നത്, പ്രോക്യാരിയോട്സിൻ്റെ കേസിൽ നടക്കുന്നത്. അതേസമയം യൂക്യാരിയോട്സിലാണെങ്കിൽ ഗമേറ്റ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. മിയോസിസ് വഴിയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ജനറ്റിക് റീകോമ്പിനേഷൻസ്, ക്രോസിംഗ് ഓവറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ. അതിൽ കോംപ്ലിക്കേഷൻസ് കൂടുതലാണ് ആർക്ക് വരിക? യൂക്യാരിയോട്ടിക് സെല്ലുകൾക്ക് വരിക. ഇനി സോ സൈഗോട്ട് എന്ന് പറയുന്നത് പ്രോക്യാരിയോട്സിൻ്റെ കേസിൽ പാർഷ്യലി ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ടാണ്. അതാണ് മീറോ സൈഗോട്ടിക് എന്ന് പറയാം. യൂക്യാരിയോട്സ് ആണെങ്കിൽ അത് ഡിപ്ലോയിഡ് കണ്ടീഷനാണ്. സോ ഫാദറിൽ നിന്നുള്ളൊരു എന്നെ മദറിൽ നിന്നുള്ള എന്നെ രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന സൈഗോട്ട് എന്ന് പറയുന്നത് 2N കണ്ടീഷനിലായിരിക്കും. സോ അതുകൊണ്ടാണ് അതിനെ ഡിപ്ലോയിഡ് എന്ന് നമ്മൾ പറയപ്പെടുന്നത് അല്ലേ. ഇനി എക്സ്ട്രാ ക്രോമസോമൽ DNA നോക്കുകയാണെങ്കിൽ
പ്രോക്യാരിയോട്സിന് അത് പ്ലാസ്മിഡ് ഉണ്ട്. ആൻഡ് ഈ എക്സ്ട്രാ ക്രോമസോമൽ DNA നമുക്ക് യൂക്കാരിയോട്ടിക് സെല്ലോടെ കാണാൻ പറ്റും, മൈറ്റോകോൺട്രിയയിൽ കാണാൻ പറ്റും. ആൻഡ് ഈവൻ ക്ലോറോപ്ലാസ്റ്റിലൊക്കെ നമുക്ക് ഈ എക്സ്ട്രാ ക്രോമസോമൽ DNA പ്രസന്റ് ആണ്. ഇനി DNA റെപ്ലിക്കേഷൻ സൈറ്റോപ്ലാസ്റ്റിലാണ് പ്രോക്യാരിയോട്സിന്റെ കേസിൽ നടക്കുക. ആൻഡ് യൂക്കാരിയോട്സിന്റെ കേസിൽ എവിടെയാണ് നടക്കുക? DNA റെപ്ലിക്കേഷൻ നടക്കുന്ന എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ ഒക്കെ സൈമൾട്ടേനിയസ്ലി ആണ് എവിടെ നടക്കുന്നത്? പ്രോക്യാരിയോട്സിൽ നടക്കുന്നത്. ബട്ട് യൂക്കാരിയോട്സിന്റെ കേസിൽ ട്രാൻസ്ക്രിപ്ഷൻ ന്യൂക്ലിയസിൽ നടക്കുന്നു ആൻഡ് ട്രാൻസ്ലേഷൻ സൈറ്റോപ്ലാസ്റ്റിലാണ് നടക്കുക. ഓക്കെ, സോ DNA നിന്നിട്ട് അത് എന്തായിട്ട് മാറും? ന്യൂക്ലിയസിൽ വെച്ചിട്ട് എന്തായിട്ട് മാറുന്നു? അത് mRNA ആയിട്ട് മാറുന്നു. അത് ട്രാൻസ്ലേഷൻ. ഇനി ട്രാൻസ്ക്രിപ്ഷൻ നടന്നതിന് ശേഷം ഇത് നേരെ mRNA എവിടെ പോകും? സൈറ്റോപ്ലാസ്റ്റിലോട്ട് പോകും. ആൻഡ് അവിടെ എത്തിക്കഴിയുന്ന സമയത്താണ് അവിടെ ട്രാൻസ്ലേഷൻ നടന്നിട്ടാണ് നമ്മുടെ പ്രോട്ടീൻസ് ഒക്കെ ആയിട്ട് മാറുന്നത്. ഓക്കെ അല്ലേ? സോ ഇതാണ് ഇവരുടെ മേജർ ഡിഫറൻസസ് എന്ന് പറയുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രൈറ്റീരിയ ക്യാൻ ബി യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൊക്യാരിയോട്ടിക് സെൽ ആൻഡ് യൂക്കാരിയോട്ടിക് സെൽ? രണ്ട് സെല്ലുകൾ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ക്രൈറ്റീരിയ ഇതാണ്. വെദർ ഓർ നോട്ട് ദേ ഹാവ് എ പ്ലാസ്മ മെമ്പറൈൻ. പ്ലാസ്മ മെമ്പറൈൻ്റെ ബേസിസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ല, രണ്ടുപേർക്കും പ്ലാസ്മ മെമ്പറൈൻ ഉള്ളതാണ്. ഇനി വെദർ ഓർ നോട്ട് ദേ ഹാവ് എ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ ബേസിസിൽ നമുക്ക് പ്രൊക്യാരിയോട്ടിക് ആണോ യൂക്കാരിയോട്ടിക് ആണോ എന്ന് നമുക്ക് തിരിച്ച് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? സോ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് അല്ലേ? അതുപോലെ നമ്മൾ ഈ പറഞ്ഞ ഹോമോലോഗസ് പ്രോട്ടീൻസിൻ്റെ സീക്വൻസ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല. അതുപോലെ തന്നെയാണ് 16S RRNA സീക്വൻസിങ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? അവർ പ്രോക്യാരിയോട്ടിക് ആണോ അല്ലെങ്കിൽ യൂക്കാരിയോട്ടിക് ആണോ എന്നുള്ള ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. സോ ഇവിടുത്തെ ആൻസർ ഏതാ വരുന്നത്? വെദർ ഓർ നോട്ട് ദേ ഹാവ് എ ന്യൂക്ലിയസ്. അവർക്ക് ന്യൂക്ലിയസ് ഉണ്ടോ ഇല്ലയോ എന്നതിൻ്റെ ബേസിസിലാണ് ഇവിടെ നടക്കുന്ന ആ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. സെക്കൻഡ് ചോദ്യം നോക്കി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ്? ഇതിൽ ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ സൈറ്റോസ്കെൽറ്റൻ ഈസ് പ്രസന്റ് ഇൻ യൂക്കാരിയോട്ടിക് സെൽ ആൻഡ് ആബ്സെന്റ് ഇൻ പ്രോക്യാരിയോട്ടിക് സെൽ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഫാക്ടറാണ്. സൈറ്റോസ്കെൽറ്റൻ യൂക്കാരിയോട്സിന് ഉള്ളതാണ് ആൻഡ് അത് പ്രോക്യാരിയോട്ടിക് സെല്ലുകൾക്ക് ഇല്ല. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ സ്ട്രീമിംഗ് എൻഡോസൈറ്റോസിസ് ആൻഡ് എക്സോസൈറ്റോസിസ് ഓൺലി ഒക്കർ ഇൻ യൂക്കാരിയോട്ടിക് സെൽ. അതും ശരിയല്ലേ? എൻഡോസൈറ്റോസിസ് എക്സോസൈറ്റോസിസ് ഒക്കെ നമുക്ക് യൂക്കാരിയോട്ടിക് സെല്ലാണ് കാണാൻ പറ്റുക. സ്ട്രീമിംഗ് എന്താ? അത് ഓൾറെഡി നമ്മളവിടെ പറഞ്ഞതാണ്. സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് ഇതെന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, നമ്മുടെ വാക്യൂളിന് ചുറ്റും സൈറ്റോപ്ലാസ്മിക് മെറ്റീരിയൽസിന് ആക്റ്റീവായിട്ട് അവർക്ക് മൂവ് ചെയ്യാനുള്ള എബിലിറ്റി. ആ ഒരു കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ സൈക്ലോസിസ് എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, അത് നമുക്ക് ആരിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ? യൂക്കാരിയോട്ടിക് സെല്ലിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടെത്തേണ്ടത്. സോ സർക്കുലർ DNA ഇൻ സൈറ്റോസോൾ ഒക്കർ ഓൺലി ഇൻ പ്രോക്യാരിയോട്ടിക് സെൽസ് എന്നുള്ളത്. പ്രോക്യാരിയോട്ടിക് സെല്ലിൽ മാത്രമേ സർക്കുലർ DNA ഉള്ളൂ, അല്ലാതെ വേറെ ഇല്ലല്ലോ. നമ്മുടെ യൂക്കാരിയോട്ടിക് സെല്ലിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് സർക്കുലർ DNA അല്ല. ഓക്കെ, ഇനി ഫസ്റ്റ് യൂക്കാരിയോട്ടിക് സെല്ലാണ് എർത്ത് എന്ന് പറയുന്നത് അറൌണ്ട് മോർ ദാൻ 3 ബില്യൺ ഇയേഴ്സ് എഗോ. അത് ശരിയാണോ? അല്ല, 2 ബില്യൺ ഇയേഴ്സ് എഗോ അല്ലെങ്കിൽ ഒരു 2.5 to 541 മില്യൺ ഇയേഴ്സ് എഗോ. അതാണ് അക്യുറേറ്റ് ആയിട്ട് വരുന്നത്. ഈ ഒരു ടൈം പീരീഡിലാണ് നമ്മുടെ നമ്മുടെ യൂക്കാരിയോട്ടിക് സെല്ലുകൾ ഫസ്റ്റ് ആയിട്ട് എർത്തിൽ ഒറിജിനേറ്റ് ചെയ്തത്. 3 മില്യൺ ഇയേഴ്സ് എഗോ ഒറിജിനേറ്റ് ചെയ്ത ആരാണ്? പ്രോക്യാരിയോട്ടിക് സെല്ലുകൾ. ഒരു 3.5 ബില്യൺ ഇയേഴ്സ് എഗോ ആണ് പ്രോക്യാരിയോട്ടിക് സെല്ലുകൾ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ബട്ട് യൂക്കാരിയോട്ടിക് സെല്ല് വരുന്നത് 2.5 ബില്യൺ ടു 541 മില്യൺ ഇയേഴ്സ് എഗോ അല്ലെങ്കിൽ 2 ബില്യൺ ഇയേഴ്സ് എഗോ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ളത് ഏതാണ്? എസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി. തന്നിരിക്കുന്ന മെറ്റൽ അയോൺ സോഡിയം, പൊട്ടാസ്യം, മെഗ്നീഷ്യം ആൻഡ് കാൽഷ്യം ഇവരിൽ നമ്മുടെ മെമീലിയൻ സെൽ, ക്വസൻ സ്റ്റേറ്റിലുള്ള മെമീലിയൻ സെല്ലിൽ ഉള്ള അവരുടെ കോൺസെൻട്രേഷൻ ഡിക്രീസിങ് കോൺസെൻട്രേഷൻ്റെ ബേസിസിൽ കറക്റ്റ് ചെയ്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ആൻസർ ചെയ്താ പൊട്ടാസ്യം, സോഡിയം, മെഗ്നീഷ്യം, കാൽഷ്യം. ഏറ്റവും കൂടുതലുള്ളത് പൊട്ടാസ്യമാണ്. നമ്മുടെ സെല്ലിൻ്റെയൊക്കെ ഔട്ട്സൈഡ് ഏറ്റവും കൂടുതലുള്ളത് പൊട്ടാസ്യമാണ്. ആൻഡ് അത് കഴിഞ്ഞ് സെക്കൻഡറി ആയിട്ട് വരുന്നതാണ് സോഡിയം, അതിനുശേഷമാണ് മെഗ്നീഷ്യം, ആൻഡ് ഏറ്റവും കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കാൽഷ്യം വരുന്നത്. ഇതാണ് അതിൻ്റെ ഡിക്രീസിങ് ഓർഡർ. ഈ ചോദ്യം ക്ലിയർ ആണെങ്കിൽ അടുത്ത ചോദ്യം നമുക്ക് എളുപ്പത്തിൽ പറയാം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ശരി? അനിമൽ സെൽസിൽ ഔട്ട്സൈഡ് സെൽ, നമ്മുടെ ആ ഒരു സെല്ലിൻ്റെ ഇൻസൈഡിനേക്കാളും ഔട്ട്സൈഡിൽ ഏത് മെറ്റൽ അയോണിൻ്റെ കോൺസെൻട്രേഷനാണ് കൂടുതൽ? സോഡിയം ആണോ, കാൽഷ്യം ആണോ, പൊട്ടാസ്യം ആണോ, മെഗ്നീഷ്യം ആണോ? ആൻസർ ഏതായിരിക്കും? ഇപ്പം നമ്മൾ പറഞ്ഞില്ലല്ലോ, ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ നമുക്ക് എവിടെ കാണാൻ പറ്റുക? ഏതിൻ്റെ കാണാൻ പറ്റുക? പൊട്ടാസ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ ആണ് ഏറ്റവും കൂടുതൽ. സോ ഇവിടുത്തെ ആൻസർ എന്താ? കോൺസെൻട്രേഷൻ ഓഫ് പൊട്ടാസ്യം ഈസ് ഹൈ ഇൻസൈഡ് ദി സെൽ ദാൻ ഔട്ട്സൈഡ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ചോദ്യം നോക്കി. യു ഹാവ് ഹോമോജനൈസ് പ്ലാന്റ് ടിഷ്യൂ ആൻഡ് വുഡ് ലൈക്ക് ടു സെപ്പറേറ്റ് ക്ലോറോപ്ലാസ്റ്റ് ഫ്രം ന്യൂക്ലിയർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് വുഡ് ബി മോസ്റ്റ് സ്യൂട്ടബിൾ? ഇവിടെ തന്നിരിക്കുന്നത് ന്യൂക്ലിയസിൽ നിന്നിട്ട് നമുക്ക് ക്ലോറോപ്ലാസ്റ്റിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഹോമോജനൈസ് ചെയ്ത് നമ്മൾ എടുത്ത് വെച്ചേക്കാണ്. ഈ ഒരു പർട്ടിക്കുലർ എക്സ്ട്രാക്ഷന് വേണ്ടി അല്ലെങ്കിൽ സെപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഏത് മെത്തേഡായിരിക്കും ചൂസ് ചെയ്യുക? ഇവിടെ ഏറ്റവും അക്യുറേറ്റ് ആയിട്ട് വരുന്നത് റിലയബിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ സെൻട്രിഫിക്കേഷൻ ആണ്. ഓക്കെ, അതായത് ഒരു സൂക്രോസ് ഗ്രേഡിയൻറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഡിഫറൻഷ്യൽ സെൻട്രിഫിക്കേഷൻ വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ഹോമോജനൈസ്ഡ് ആയിട്ടുള്ള മിക്സറിൽ നിന്ന് നമുക്ക് ഈ ഒരു സെപ്പറേഷൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുക. So I hope you have understood the major differences between prokaryotes and eukaryotes, and we have discussed some little questions on the particular eukaryotic cells. So if you like this video, please like, share and subscribe. Thank you for watching.